ബ്രിട്ടനിലെ സൗദി വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ നടന്നു. ഒന്നാം പ്രതി കുറ്റം പൂർണ്ണമായി സമ്മതിക്കാൻ തയ്യാറാകാത്തതിനാൽ വിചാരണ അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് നീട്ടി. സ്വയം രക്ഷയ്ക്കായി കൃത്യം ചെയ്തതെന്നാണ് പ്രതിയുടെ വാദം. കഴിഞ്ഞ മാസമാണ് സൗദി വിദ്യാർത്ഥിയായ മുഹമ്മദ് യൂസുഫ് അൽ ഖാസിം കേംബ്രിഡ്ജിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കേംബ്രിഡ്ജ് ക്രൗൺ കോടതിയിൽ വെച്ചായിരുന്നു വിചാരണ. പ്രധാന പ്രതിയും സ്വദേശിയുമായ ചാൾസ് ഗുർഗനെതിരെ നേരത്തെ കൊലപാതകം, ആയുധം കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. എന്നാൽ വിചാരണയ്ക്കിടെ പ്രതി കുറ്റം നിഷേധിച്ചു. കൊലപാതകം ചെയ്തത് സ്വയം രക്ഷക്കായിരുന്നെന്നാണ് വാദം. രണ്ടാം പ്രതിക്കെതിരെ കൊലപാതകത്തിന് സഹായിച്ച കേസാണ് ചുമത്തിയിട്ടുള്ളത്. കുറ്റം നിഷേധിച്ചതോടെ വിചാരണ അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് നീട്ടി. അതുവരെ രണ്ടു പ്രധാന പ്രതികളെയും കസ്റ്റഡിയിൽ തുടരാൻ ഉത്തരവിട്ടു. കഴിഞ്ഞ മാസം 1 വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. 11:30 താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് കൊലപാതകം. കൃത്രിമമായി സംഘർഷ സാഹചര്യം ഉണ്ടാക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. പ്രതികളായ രണ്ടുപേരും ബ്രിട്ടീഷ് പൗരന്മാരാണ്. കേംബ്രിഡ്ജിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ EF ഇന്റർനാഷണൽ ഭാഷാ കോളേജിൽ വിദ്യാർത്ഥിയാണ് കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് യൂസുഫ് അൽ ഖാസിം. 10 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഭാഷാ പഠന കോഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം ഭാഷാ കോളേജിൽ എത്തുന്നത്. 20 വയസ്സായിരുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.